പിണറായി വിജയൻ മാറിയാൽ കെ.എൻ. ബാലഗോപാൽ മുഖ്യമന്ത്രിയാകും. ഓൺലൈൻ ചാനലുകൾ വഴി ബാലഗോപാൽ PR പണി തുടങ്ങിയെന്നാണ് തലസ്ഥാന നഗരിയിലെ പരദൂഷണം. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടങ്ങിയാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന അഭ്യൂഹം ശക്തമായതോടെ പകരക്കാരനാകാൻ മന്ത്രിമാർ അണിയറ തന്ത്ര നീക്കം തുടങ്ങി. പോളിറ്റ് ബ്യൂറോയിൽ പിണറായിക്കുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടമായതോടെ പ്രതികൂല തീരുമാനം വരാൻ സാധ്യതയുണ്ട്. ഏറെക്കാലമായി പിണറായിയെ സംരക്ഷിച്ചിരുന്ന കാരാട്ട് ദമ്പതികൾ ബേബിയിൽ നിന്നും പടിയിറങ്ങിയത് പിണറായിക്ക് വിനയായി എന്നതാണ് പരദൂഷണം. പിണറായിക്ക് പകരക്കാരനാകാൻ മന്ത്രിസഭയിലെ രണ്ടാമനായ കെ.എൻ. ബാലഗോപാൽ കരുനീക്കം തുടങ്ങി. കൊല്ലം ജില്ലക്കാരനായ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പിന്തുണ പ്രതീക്ഷിച്ചാണ് ഈ നീക്കം. ബേബിയുടെ ശിഷ്യനായിരുന്ന ബാലഗോപാൽ ഇടക്കാലത്ത് പിണറായി ഭക്തനായി മാറിയിരുന്നുവെങ്കിലും ഇപ്പോൾ മലക്കം മറിഞ്ഞ് ബേബിയുടെ ക്യാമ്പിൽ കയറിയിട്ടുണ്ട്. ബാലഗോപാലിനെ മുഖ്യനാക്കാൻ ക്വാറി വ്യവസായിയും പണച്ചാക്കുമായ സഹോദരനും കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്, G. സുധാകരൻ തുടങ്ങിയവരുടെ പിന്തുണയും ബാലഗോപാലിനുണ്ട്. മന്ത്രി P. രാജീവിനും മുഖ്യമന്ത്രി പദത്തിൽ ഒരു കണ്ണുണ്ട് എങ്കിലും പിൻഫലമായിരുന്ന കരിമണൽ കർത്ത തുടങ്ങിയത് തിരിച്ചടിയായി. ഇതെല്ലാം കണക്കിലെടുത്ത് ഉഷാറായ ബാലഗോപാൽ തന്റെ PR പണിക്ക് തിരുവനന്തപുരത്തെ ഒരു PR ഏജൻസിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനോരമയിൽ നിന്നും വിരമിച്ച ഒരു മാധ്യമപ്രവർത്തകന്റെ കമ്പനിയാണ് ആ PR ഏജൻസി. പ്രതിച്ഛായ കൂട്ടണം, ബാലഗോപാലിനെ എണ്ണ തേച്ച് കുളിപ്പിക്കണം, അങ്ങനെയുള്ള PR മിനുക്കുപണികളും ഊതി വിറിപ്പിക്കലും വൈകാതെ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പ്രതീക്ഷിക്കാം. പക്ഷെ എത്ര മിനുക്കിയാലും കുളിപ്പിച്ചാലും പൗഡർ ഇട്ടാലും കൊട്ടാരക്കരയിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയാകാൻ യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാകും. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് കൊട്ടാരക്കരയാണ്. വീരശൂര പരാക്രമികളായിരുന്ന R. ബാലകൃഷ്ണൻ പിള്ളയും കൊട്ടാര ഗോപാലകൃഷ്ണനും E. ചന്ദ്രശേഖരൻ നായരും ഐഷ പോറ്റിയുമൊക്കെ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം ചെയ്തു. കാലത്തിനൊത്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ലേലം വിളിക്കുവാണ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന്. ഇതുപോലെ കഴിവുള്ളവർ വേണം ജനപ്രതിനിധികളായി വരാൻ. പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയും കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് വികസനം ഒഴുകുന്നത്. അല്ലെങ്കിലും കൊട്ടാരക്കാർ ഭാഗ്യവാന്മാരാണ്. ഇവരെ പോലുള്ളവർ വന്നതിന് ശേഷം കൊട്ടാരക്കരയിലെ പോലീസുകാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കോടതികളിൽ കേസില്ല, വക്കീലന്മാർ ചൊറിയും കുത്തിയിരിക്കുകയാണ്. കാരണം നാട്ടിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഇത്രയും സമാധാനമായി സ്വൈര്യമായി ജീവിക്കുന്ന ഒരു മണ്ഡലം കേരളത്തിൽ വേറെ എങ്ങും കാണില്ല. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ MLAയുടെ ഓഫീസിൽ അറിയിച്ചാൽ മതി, ഉടൻ പരിഹാരമാകും. ആ സമയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയും. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതിൻ്റെ ഏക തെളിവാണ് MLA ഓഫീസിലൊന്നും ആരും ചെല്ലാതെ ശൂന്യമായി കിടക്കുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീ സെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ